നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ളവരോട് നമ്മൾ അഭിപ്രായം ചോദിക്കുമ്പോഴാണ്. അതുപോലെ എൻ്റെ മനസ്സിൽ വന്ന ഈ ഒരു ബിസിനസ് ഐഡിയ ഞാൻ ആദ്യം ഷെയർ ചെയ്തത് എൻ്റെ ഒരു കുട്ടി കൂട്ടുകാരിയോടാണ്. ആളോട് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ആളെന്നോട് പറഞ്ഞത്, ചേച്ചി ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തോ, ആര് വാങ്ങിയില്ലെങ്കിലും ഞാൻ ഉറപ്പായിട്ടും ചേച്ചിയുടെ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കും. അതിൻ്റെ കൂടെ ഒരു കണ്ടീഷനും വെച്ചിരുന്നു, ഞാൻ തുടങ്ങുന്ന ബിസിനസ്സിലെ ആദ്യത്തെ കസ്റ്റമർ ആളായിരിക്കും. പക്ഷേ അത് കേട്ടപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി. അതുകൊണ്ട് തന്നെ ഞാൻ പർച്ചേസിങ്ങിന് പോയപ്പം ആൾക്ക് വേണ്ടി മാത്രം ഞാൻ കുറച്ച് പർച്ചേസൊക്കെ നടത്തിയിരുന്നു. ആൾക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഒരു നെക്ക് ചെയിനും ഒരു ഹാൻഡ് ചെയിനും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരു സ്റ്റോക്ക് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ഞാനത് പാക്ക് ചെയ്യാൻ കുറച്ച് ലേറ്റായി, കാരണം ആൾ പനിയായിട്ട് കുറച്ച് ദിവസം കിടപ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാക്കിങ്ങും ഇതിൻ്റെ ഡെലിവറിയൊക്കെ കുറച്ച് ഡിലേ. കുഴപ്പമില്ല, എല്ലാം കഴിഞ്ഞ് വന്നപ്പം ആൾ പറഞ്ഞു ആളുടെ അനിയത്തിക്കും കൂടെ ഒരു നെക്ക് ചെയിൻ വേണമെന്ന്. ഇത് പാക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു ആൾക്ക് സർപ്രൈസായിട്ട് എന്തെങ്കിലും കൂടെ അതിൽ ആഡ് ചെയ്യണമെന്ന്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിംഗ് ആണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ആൾക്ക് ഗിഫ്റ്റുകളും സർപ്രൈസുകളും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഗിഫ്റ്റ് ഉറപ്പായും ആൾക്ക് ഇഷ്ടമാകും. ഇത് കൊറിയർ ചെയ്യേണ്ടതല്ല, എനിക്ക് ഡയറക്റ്റ് കൊണ്ട് കൊടുക്കാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ആളിത് തുറക്കുമ്പം എന്തായാലും ഒരുപാട് ഹാപ്പി ആകും. ഇതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സന്തോഷമാണല്ലോ.